അഭിവന്ദ്യ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ തിരുമേനി നമ്മളോട് സംസാരിക്കുന്നതാണ്. തിരുമേനി ആയതിനു ശേഷം മാരാമൺ കൺവെൻഷനിലേക്ക് ഇന്ന് വന്ന് അതും ഇന്ന് പ്രസംഗം തിരുമേനിയാണ് നടത്തിയത്. അപ്പം അർത്താറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മാരാമൺ എന്ന് പറയുന്ന ദീർഘദൂരമാണ്. അപ്പൊ കുഞ്ഞുനാളിൽ എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഞങ്ങളോടുമായിട്ട് പങ്കുവെക്കാവോ? ഞങ്ങളുടെ പള്ളിയിൽ നിന്നും നിങ്ങളുടെ സെൻറ്ററിൽ നിന്നുമൊക്കെ അവസാന ദിവസങ്ങളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വരുന്നു. ഇവിടെ താമസിച്ച് കൺവെൻഷനിൽ പല പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പങ്കെടുക്കുന്നത് സെമിനാരി വെച്ച്. സെമിനാരിൽ നിന്ന് എല്ലാ വർഷവും സ്ഥിരമായിട്ട് വരും. പിന്നെ അച്ഛനായതിനു ശേഷം ഈ ക്ലർജി ഷെഡിൽ താമസിച്ച് പല പ്രാവശ്യം കൺവെൻഷൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ജോസഫ് മാർത്തോമാ തിരുമേനിയുടെ സെക്രട്ടറി ആയതിനു ശേഷം തിരുമേനിയോടൊപ്പം എല്ലാ ദിവസവും തിരുമേനിയുടെ ജീവാത്മാവും പരമാത്മാവും മാരാമൺ കൺവെൻഷൻ. അപ്പോൾ കൺവെൻഷനിൽ ഇതിൻ്റെ പന്തലുപണിയുടെ സമയത്തും ക്രമീകരണങ്ങളുടെ സമയത്തും തിരുമേനിയോടൊപ്പം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ മീറ്റിങ്ങുകളിലും അന്ന് തിരുമേനിയുടെ അനുധാവനം ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തിരുമേനിയെ സഹായിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് ഈ ചെയറിൽ ഇരിക്കാനും ഒരു പ്രസംഗം പറയാനൊക്കെ ദൈവവിടെയാക്കിയത്. വലിയ ദൈവകൃപയായിട്ട് കാണുന്നു. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് അഭിവന്ദ്യ തിരുമേനിയുടെ ക്ലാസ്മേറ്റ് കൂടിയായ സഭാ കൗൺസിൽ അംഗം കൂടിയായ റവറൻ ഡോക്ടർ ടി ജോൺസൺ അച്ഛനാണ്. 129 വർഷത്തെ മാരാമൺ കൺവെൻഷൻ്റെ അനുഗ്രഹീതമായ 2ാം ദിവസം മീറ്റിംഗ് ആയിരുന്നല്ലോ ഇന്ന് സമാപിച്ചത്. അഭിവന്ദ്യ അപ്രേം തിരുമേനിയുടെ കന്നി പ്രസംഗമായിരുന്നു അന്ന് നടന്നു. വളരെയധികം ചരിതാർത്ഥത്തോടെ ആ പ്രസംഗം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. തിരുമേനിയുടെ ഒരുമിച്ച് ക്ലാസ്മേറ്റായി പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇന്ന് അഭിവന്ദ്യ തിരുമേനിയുടെ പ്രസംഗം എല്ലാവർക്കും ഉണർവ് നൽകുന്ന പ്രസംഗം, പ്രത്യേകിച്ച് ഇന്നത്തെ ശുഭക്കോനയുടെ നോയമ്പിൻ്റെ പ്രാരംഭത്തോടുകൂടെ അനുരഞ്ജനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗം എല്ലാവർക്കും ഇമ്പകരമായിരുന്നു. ദൈവം തമ്പുരാൻ തുടർന്നും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ കൺവെൻഷൻ പ്രകാരം എല്ലാവർക്കും പ്രയോജനമായി അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.